ഇന്ന് ഞാൻ എൻ്റെ ഗാർഡനിൽ ഭംഗിക്കായിട്ട് വെച്ചിരിക്കുന്ന കുറച്ച് ക്രീപ്പർ പൂച്ചെടികൾ കാണിക്കാനാണ്. ഇത് മൈസൂറൻസ, തുമ്പർജിയ മൈസൂറൻസ. കൊലയായിട്ടാണ് ഇതിൽ പൂക്കൾ വിരിയുന്നത്. ഇതാണ് അതിൻ്റെ പൂക്കൾ. ഒക്ടോബർ വരെ വിരിയും എന്നാണ് ശരിക്കും പറയുന്നത്. പക്ഷെ എനിക്ക് വിരിഞ്ഞു തുടങ്ങിയത് ഡിസംബർ, ജാനുവരി. വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ മാസങ്ങളത്തേക്ക് ഇത് ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടേയിരിക്കും. ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഇത് പൂവിടുന്നത്. അതുകൊണ്ട് തന്നെ 3 കൊലയുള്ളൂ. ഇതാണ് അത് വിരിയുമ്പോൾ ഉള്ള ഇത്. ഇതിങ്ങനെ പുതിയത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കാണാൻ നല്ല ഭംഗിയാണ്. ഒരു യെല്ലോ. ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, ലേഡി ഷൂ ഫ്ലവർ എന്ന്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇത് അടുത്തൊരു ക്രീപ്പർ. ഇതിൻ്റെ പേര് ഫ്ലെയിം വൈൻ. ഇത് തണുപ്പത്തെ പിടിക്കുള്ളൂ എന്നാണ് പറയണത്. എനിക്കത് തോന്നുന്നുണ്ട് അത് അങ്ങനെ തന്നെയാണെന്ന്. ഇതുവരെ ഫ്ലവർ ചെയ്തിട്ടില്ല. മാത്രമല്ല ചൂട് കൂടിയപ്പോഴത്തേക്കും ഇതിൻ്റെ പുതിയ നാമ്പുകൾ ഉണ്ടാകും. പുതിയ കൊമ്പുകൾ, ബ്രാഞ്ചസ് എല്ലാം ഉണ്ടാകുന്നുണ്ട്. അതാണ് അതിൻ്റെ റൂട്ടിൻ്റെ, സ്റ്റെമ്മിൻ്റെ കനം. നല്ല പ്രായമുള്ളതാണ്. ഇതാണ് അതിൽ വരുന്ന പൂവ്. നെക്സ്റ്റ് വൺ ഇത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ. ഇത് സാധാരണയായിട്ട് നമുക്ക് എല്ലാവർക്കും പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. സമ്മറിൽ ഇച്ചിരി ചൂട് കൂടുമ്പോൾ നല്ല പൂവിടുന്ന ചെടിയുമാണ്. ഇതിൻ്റെ പൂവ് കാണാൻ മറ്റേ ഫ്ലെയിം വൈൻ്റെ പോലെ തന്നെ കളറും തീക്കട്ട കളറുമാണ്. നല്ല ഭംഗിയുമാണ് കാണാനായിട്ട്. ഇച്ചിരി ഒരു സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ, ഇച്ചിരി വെള്ളം ഒഴിക്കാതല്ല, വെള്ളം കുറച്ച് സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ അത് പൂവിടാൻ തുടങ്ങും. ഇങ്ങനെയാണ് അതിൻ്റെ മുട്ടിട്ട് തുടങ്ങുന്നത്. പൂ കാണാനും നല്ല ഭംഗിയാണ്. നല്ല തീക്കട്ട കളറാണ്. ഇതാണ് അതിൻ്റെ പൂവ്. ഇതെൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ പൂക്കളാണ്. എപ്പോഴും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. 1-2 ഉണ്ടാകും. സീസൺ ആണെങ്കിൽ കൊലയായിട്ട് നിറച്ചുണ്ടാകും. ഇതിപ്പോൾ ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ എൻ്റെ ഈ ചെടികളിൽ. അതുകൊണ്ടാണ് കുറവ്. ഇത് നെക്സ്റ്റ് ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് ഫേസർ ഐലൻഡ് അങ്ങനെ എന്താണ്. ഡോളിൻ്റെ ഡ്രസ്സ് പോലെ ഇരിക്കും ഇതിൻ്റെ പൂക്കൾ കാണാൻ. ഈ ചെടിക്ക് ഞാൻ ഇച്ചിരി സ്ട്രെസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 4 വർഷമായതാണ്, ഇതുവരെ പൂവിട്ടിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം പൂ പിടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്താ വെച്ചാൽ ഇതിൽ പൂവിട്ട് തുടങ്ങി കാണുന്നുണ്ട്. ഇത്രയും വണ്ണമാകണം അതിന് പൂവിടണം എന്നുണ്ടെങ്കിൽ. ഇവിടെ പൂവിടുന്ന പലരും പൂവിട്ടതായിട്ട് കാണിച്ചിട്ടുള്ള ഒരു ചെടിയുമാണ്. ഇതാണ് അതിൻ്റെ പൂവെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പൂവുണ്ടാവുന്ന മുറയ്ക്ക് ഞാനത് അപ്ഡേറ്റ് ചെയ്യാം. ശരിക്കും ഇതിൻ്റെ പൂ ഇങ്ങനെയാണ് കാണാനിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ലെമൺ വൈൻ. ഇതെല്ലായിടത്തും ഉണ്ടാവുന്നതാണ്. ഇതിൽ ഈ പൂക്കൾ വിരിഞ്ഞിട്ട് കായാകും. ആ കായ നമുക്ക് ജ്യൂസ് അടിച്ചും അച്ചാറിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പൂക്കൾ കാണാനും നല്ല ഭംഗിയാണ്.